യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിക്കായി സമ്മർദ്ദം ശക്തമാക്കി അബിൻ വർക്കി. സ്വാഭാവിക നീതി നടപ്പാക്കണമെന്നാണ് ആവശ്യം. സംഘടനാ തെരഞ്ഞെടുപ്പിലെ അർഹത പരിഗണിക്കണമെന്നും ആവശ്യമുണ്ട്. രാജ്യഭീഷണി മുഴക്കിയിട്ടില്ല എന്നും അബിൻ വർക്കി പറയുന്നു. വിവരങ്ങളുമായി സജോ ദേവസിയുണ്ട്. സജോ, അബിൻ വർക്കിക്ക് വേണ്ടി 4 എംപിമാരടക്കം സമ്മർദ്ദം ദേശീയ തലത്തിൽ ഉയർത്തുന്നുണ്ട്. അതേസമയം താൻ ഇക്കാര്യത്തിൽ ഒരു സമ്മർദ്ദത്തിനുമില്ല എന്നും രാജ്യഭീഷണി മുഴക്കിയിട്ടില്ല എന്നും ഇപ്പോൾ അബിൻ പറയുകയാണ്. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് ചാറ്റുകളിൽ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണല്ലോ സജോ. സ്മൃതി, രാഹുൽ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറിയതിന് പിന്നാലെ സംസ്ഥാന യൂത്ത് കോൺഗ്രസിൽ വലിയ വടംവലി നടക്കുന്നുണ്ട്, ഗ്രൂപ്പ് പോര് നടക്കുന്നുണ്ട് എന്നതൊക്കെ ഒരു വസ്തുതയാണ്. അതിനെ നിരാകരിക്കുന്നതിൽ അർത്ഥമില്ല. തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ എന്തായാലും മാറി, പുതിയ അധ്യക്ഷനെ വളരെ വേഗത്തിൽ തന്നെ നിയോഗിക്കണം. പ്രത്യേകിച്ച് കോൺഗ്രസിനകത്തുള്ള പല നേതാക്കളും വളരെ വേഗത്തിൽ തന്നെ അധ്യക്ഷനെ നിയോഗിക്കണം. അങ്ങനെ അതായത് വിവാദങ്ങൾ അവസാനിപ്പിക്കാനും അത് ഗുണം ചെയ്യും. ഒപ്പം യൂത്ത് കോൺഗ്രസ് പോലെ തിരഞ്ഞെടുത്ത് അടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ആ സംഘടനയിൽ വലിയ ആഭ്യന്തര പ്രതിസന്ധി ഉണ്ടാകുന്നത് ഇനിയും അങ്ങനെ വൈകിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന വാദം ഉന്നയിക്കുന്നുണ്ട്. ഇതിനിടെയാണ് അബിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ജനാധിപത്യ നീതി എന്നത് അബിനെ തന്നെ പ്രസിഡന്റ് പദവിയിലേക്ക് നിയോഗിക്കുന്നതാണ് ശരി, യുക്തം. കർണാടകയിലടക്കം അധ്യക്ഷൻ മാറിയപ്പോൾ ഉപാധ്യക്ഷനാണ് ചുമതല നൽകിയത്. അത് ഇവിടെയും പാലിക്കണം, ആ നീതി ഇവിടെ ഉണ്ടാകണം. അബിനും അബിനെ പിന്തുണയ്ക്കുന്നവരും നേതൃത്വത്തെ അറിയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, സംഘടനാ തിരഞ്ഞെടുപ്പ് മാത്രം എടുത്താൽ 2,20,000 വോട്ട് രാഹുലിന് ലഭിച്ചു. അപ്പോൾ 2ാം സ്ഥാനത്ത് വന്ന അബിന് 1,70,50,000 വോട്ടാണ്. 3ാം സ്ഥാനത്ത് വന്ന അരിതയ്ക്ക് 31,000 വോട്ടുമാണ് ലഭിച്ചത്. ആ നീതി തന്നെ, അതൊരു സ്വാഭാവിക നീതിയാണ്. ഒരു നാച്ചുറൽ ജസ്റ്റിസ് ഇവിടെ നടപ്പാക്കണം. മറ്റാരെങ്കിലും കമ്മിറ്റിക്ക് പുറത്തുനിന്ന് മറ്റാരെങ്കിലും കൊണ്ട് അധ്യക്ഷ പദവിയിൽ പ്രതിഷ്ഠിക്കുന്നത് ശരിയല്ല എന്ന വാദം മുന്നോട്ട് വയ്ക്കുകയാണ്. അതായത് പ്രധാനമായും രമേശ് ചെന്നിത്തല അടക്കം അബിൻ വർക്കിക്കായി നിലപാട് വ്യക്തമാക്കുന്നുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യം. അഭിജിത്തിനായി മറ്റ് നേതാക്കൾ രംഗത്തുണ്ട്. അങ്ങനെ ബിനു ചുള്ളിയിലുമുണ്ട്. പ്രധാനമായും 3 പേരുകളാണ് അബിൻ വർക്കിയുടെ സാധ്യത. ബിനു ചുള്ളിയിലൊപ്പം KM അഭിജിത്ത് എന്നിങ്ങനെയുള്ള സാധ്യതയും അതിന്മേലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. അതേസമയം ചില സമവാക്യങ്ങൾ കൂടി പാലിക്കണം എന്ന അഭിപ്രായമുള്ള നേതാക്കളുമുണ്ട്. ഉദാഹരണത്തിന് KPCCയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും തലപ്പത്ത് ഒരേ വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾ എത്തുന്നത് ഉചിതമാണോ എന്ന ആശങ്കയുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ഇതിൽ സംഘടനാപരമായ അർഹതയും യോഗ്യതയും മാത്രം പരിഗണിച്ചാൽ മതി എന്ന് വാദിക്കുന്നവരുമുണ്ട്. അബിനെ പിന്തുണയ്ക്കുന്നവരുടെ പക്ഷം വലിയ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. അബിന് തന്നെയാണ് സ്വാഭാവികമായും ആ പദവിയിലേക്ക് അർഹതയുള്ളത്. ആ അർഹത പരിഗണിക്കുകയാണ് ചെയ്യേണ്ടത്. അത് ജനാധിപത്യപരമായും സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ സാധ്യതയും അർഹതയും പരിശോധിച്ചാലും അദ്ദേഹത്തിന് തന്നെയാണ് അർഹത എന്നതാണ്. പക്ഷേ അതേസമയം മറുവിഭാഗം അബിൻ വർക്കിയെ കട്ടപ്പയുടെ റോളിൽ, അതായത് ഇക്കാര്യത്തിൽ ഒരു വില്ലന്റെ റോളിലൊക്കെ എത്തിക്കാനുള്ള ശ്രമം ആ തരത്തിലുള്ള ഗ്രൂപ്പ് പോരിന്റെയൊക്കെ ഭാഗമായി പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് വളരെ വേഗത്തിൽ തന്നെ ഒരാളെ അധ്യക്ഷ പദവിയിലേക്ക് നിയോഗിക്കുക എന്നത് ആ സംഘടനയ്ക്ക് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സംസ്ഥാന കമ്മിറ്റിയിൽ, ആ സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പരസ്പരം നേതാക്കൾ, സംഘടനാ ജനറൽ സെക്രട്ടറിമാരൊക്കെ, ഇതിനകം യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിമാർ, ഭാരവാഹികളൊക്കെ തമ്മിൽ പോരടിക്കുന്നതും ഒക്കെ കാണാൻ വരുന്നു. അതിന്റെ വിവരങ്ങളടക്കം പുറത്തേക്ക് വന്നതുമാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ആ സംഘടനയ്ക്കകത്തേക്കുള്ള വലിയ വിവാദങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നത് ഗുണം ചെയ്യില്ല തിരഞ്ഞെടുപ്പിലടക്കം. അതുകൊണ്ട് വളരെ വേഗത്തിൽ ഒരാളെ നിയോഗിക്കണം എന്നാണ്, സ്വാഭാവിക ചോയ്സായി അബിനെ എടുക്കണം എന്ന വാദം ഒരു വിഭാഗം ശക്തമായി ഉന്നയിക്കുന്നത്. കോൺഗ്രസിലെ നേതാക്കളടക്കം വേണ്ടിയിട്ടാണ്. ഭാരവാഹികൾ 30 ഭാരവാഹികൾ അബിൻ വർക്കിക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നു. സ്വാഭാവികമായും ആ പദവി രണ്ടാമത് എത്തിച്ചേരേണ്ടത് തനിക്കാണ് എന്ന് അബിൻ വർക്കി പറയുന്നുണ്ട്. അബിൻ വർക്കിക്ക് വേണ്ടി 30 ഭാരവാഹികൾ കത്തയക്കുകയും ചെയ്തിരിക്കുന്നതിന് ഒരു തീരുമാനമുണ്ടാകേണ്ടതുണ്ട്. ഏതായാലും യൂത്ത് കോൺഗ്രസിൽ ഈ വിഷയത്തിൽ ഭിന്നത ഉടലെടുത്തിരിക്കുന്നു. പരസ്പരം ആരോപണങ്ങൾ ഉയരുന്നത് അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ചാറ്റ് അടക്കം ഇതിനകം പുറത്തു വന്നതാണ്.